ഹരേ കൃഷ്ണ. സാത്വികമായ മനസ്സുള്ളവർക്ക് അനുഭവപ്പെടുന്ന സുഖമാണ് സ്വാത്വിക സുഖം. അതായത് ഭഗവാൻ ഗീതയിൽ പറയുന്നു, എത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തൽസുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. അതായത് യാതൊരു സുഖം തുടക്കത്തിൽ വിഷം പോലെയും ഒടുക്കം അമൃത് പോലെയും ഇരിക്കുന്നുവോ ആത്മബോധത്തിന്റെ പ്രസന്നതയിൽ നിന്നുണ്ടാകുന്ന ആ സുഖം സ്വാത്വികം എന്ന് പറയപ്പെടുന്നു. അതായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ഒരു നല്ല ഭക്തനാകാൻ തന്നെ കഴിയുള്ളൂ. അതായത് ഭഗവാനെക്കുറിച്ച് നിരന്തരം ധ്യാനിച്ചും ഭഗവാന്റെ കഥകൾ കേട്ടും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചും അങ്ങനെ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ആ ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ കാരുണ്യവും ഒക്കെ അനുഭവിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് തുടക്കം വിഷം പോലെ എന്ന് പറയുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പാടാണ് നമുക്ക് ഭഗവാനിലേക്ക് മനസ്സ് ഉറപ്പിക്കാനായിട്ട്. ഇനി ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാൻ തന്നെ നമുക്ക് ആത്മജ്ഞാനം തന്നിട്ട് ഭഗവാനെ അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് അത് നമ്മുടെ ഈ കഷ്ടപ്പാട് പിന്നീട് അമൃത് പോലെയാകും എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും നിരന്തരം നാമമൊക്കെ ജപിച്ച് ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് ഭഗവാനെ ധ്യാനിച്ച് ആ ആത്മസുഖം നേടിയെടുക്കുക. ഹരേ കൃഷ്ണ.